ദക്ഷിണേന്ത്യയുടെ വികസന കുതിപ്പിന് വേഗത കൂട്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൻ പ്രഖ്യാപനം. IT വ്യവസായ ഹബ്ബായ ഹൈദരാബാദിനെ കേന്ദ്രീകരിച്ച് 3 പുതിയ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ കോറിഡോറുകൾ യാഥാർത്ഥ്യമാകുന്നു. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ മേഖലയുടെ സാമ്പത്തിക രംഗത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് പുത്തൻ വേഗത നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഹൈദരാബാദ് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന 3 വൻകിട ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ കോറിഡോറുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുവദിച്ചിരിക്കുന്നത്. പൂനെയിൽ നിന്ന് ഹൈദരാബാദിലേക്കും ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കുമുള്ള അതിവേഗ റെയിൽ പാതകൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചറായി മാറും. ഈ 3 കോറിഡോറുകളും യാഥാർത്ഥ്യമാകുന്നതോടെ ഹൈദരാബാദ് ദക്ഷിണേന്ത്യയിലെ പ്രധാന അതിവേഗ റെയിൽ ഹബ്ബായി മാറും. പ്രമുഖ നഗരങ്ങളിലേക്കുള്ള യാത്രാ സമയം പകുതിയായി കുറയുമെന്ന് മാത്രമല്ല, ഈ മേഖലയിലെ സമ്പദ് വ്യവസ്ഥകൾ പരസ്പരം കൂടുതൽ സജീവമായി സംയോജിപ്പിക്കപ്പെടും. റെയിൽ വികസനത്തിൽ തെലങ്കാനയ്ക്ക് മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാർ 5400 കോടി രൂപയാണ് സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിനായി മാത്രം ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. Prime Minister Shri Narendra Modi ji has given 3 high-speed bullet train corridors to Hyderabad to Telangana, which will totally change the landscape. If you see, from Pune to Hyderabad, from Hyderabad to Chennai, from Hyderabad to Bangalore, this will become a major game changer for entire region, and Hyderabad will become the high-speed hub. Hyderabad to Amravati will become 70-minute journey. Hyderabad to Chennai will become a 3-hour journey. Hyderabad to Bangalore will be 2 hour 35 minutes journey, 2.5 hours. Hyderabad to Pune will be 2 hours. Hyderabad to Mumbai will be just 2 hours and 50 minutes journey, 3 hours, less than 3 hours journey. റെയിൽവേക്ക് പുറമെ വ്യവസായ മേഖലയിലും വലിയ പിന്തുണയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി 100ലധികം വൻകിട ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനികളാണ് തെലങ്കാനയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇത് സംസ്ഥാനത്തെ 10,000-കണക്കിന് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും ഭാരതത്തെ വികസിത രാജ്യമാക്കുവാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ഹൈദരാബാദിൽ നടപ്പിലാക്കുന്നത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പിന്തുണ നൽകുന്ന മോദി സർക്കാരിൻ്റെ നയം തെലങ്കാനയുടെ വരും ദശകങ്ങളിലെ വളർച്ചയ്ക്ക് അടിത്തറയിടുന്നതാണ്. ജനം, ഡൽഹി.